നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും ഏണസ്റ്റിലേക്ക് സ്വാഗതം. MSc ബയോകെമിസ്ട്രി, MSc മൈക്രോബയോളജി, MLT അല്ലെ, ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാം എന്ന് പറയുന്നത് അല്ലെ. 2024 അവസാനം നമുക്ക് വന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണിത്. അപ്പം ഓൾറെഡി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് പല കാറ്റഗറി ആളുകളുണ്ടാവും. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെ, നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ പഠിച്ചൊക്കെ തുടങ്ങുന്ന, നല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാവും. കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തും അല്ലാതെയും ഒക്കെ ഉണ്ടാവും. അതുകൂടാതെ ഒരു മേജർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിലബസ് വരട്ടെ അല്ലെ, കൺഫർമേഷൻ വരട്ടെ, സിലബസ് കൺഫേം ആയിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന വേറൊരു പോപ്പുലേഷൻ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ, നമ്മൾക്ക് എത്രമാത്രം ടൈം ഇനി എക്സാമിലേക്ക് ഉണ്ടാവും, എക്സാം നമുക്ക് ഏത് മാസത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും, എത്രമാത്രം ടൈം നമുക്ക് ഉണ്ടാവും, കൺഫർമേഷൻ എപ്പോൾ വരും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിലയിരുത്താം. അപ്പോൾ നമുക്കറിയാം 2024 അവസാനമാണ് ഈ ഒരു എക്സാം വിളിച്ചത്. കാറ്റഗറി നമ്പർ 422/2024 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ചറിയാം, സബ്ജക്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കുറച്ചാണ് സബ്ജക്ട് എക്സാമുകൾ വരുന്നത് അല്ലെ. ഏറ്റവും കൃത്യമായിട്ടുള്ള നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. GKയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് പഠിച്ച് ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും തന്നെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് എക്സാം വരിക എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അപ്പോൾ ഓൾറെഡി PSCയുടെ ടൈം സ്ലോട്ട് വന്നിരിക്കുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. അപ്പോൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഈ മാസങ്ങളിൽ ഏത് മാസത്തിൽ വേണമെങ്കിലും നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരു ട്രെൻഡ് അനുസരിച്ച്, PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന പല എക്സാമുകളും, ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ HSN നാച്ചുറൽ സയൻസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേറ്റ് നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 മാസത്തിൽ ആദ്യത്തെ മാസമാണ് എക്സാം നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം ഏറ്റവും ആദ്യത്തെ മാസം, അതായത് നമുക്ക് ഒക്ടോബർ ടു ഡിസംബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒക്ടോബറിൽ എക്സാം പ്രതീക്ഷിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഒക്ടോബറിലാണ് എക്സാം വരുന്നതെങ്കിൽ നമുക്ക് ജൂലൈ മാസത്തിൽ കൺഫർമേഷൻ പ്രതീക്ഷിക്കണം. അപ്പോൾ ജൂലൈ മാസത്തിൽ കൺഫർമേഷനും സിലബസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതായത് അടുത്ത മാസം. അപ്പം നോക്കുക, ഈ കൺഫർമേഷൻ വന്നാൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് എക്സാമിന് വേണ്ടി പിന്നീട് കിട്ടുക. അപ്പം ഈ അടുത്ത മാസം മുതൽ നമ്മൾ 2 മാസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സിലബസ് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുക? അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ പഠിക്കുന്ന ആളുകൾ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അറ്റ് ദി നെക്സ്റ്റ് മൊമെന്റ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് മാത്രമേ എക്സാം ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ഇതൊരു ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാം അല്ല അല്ലെ. നമ്മൾ ഒരു നെറ്റോ സെറ്റോ കേട്ടറ്റോ പോലെ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാം അല്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് കയറി പറ്റിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ കുറച്ച് അല്ലെ ആ ഒരു ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻപിൽ എത്തണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒക്ടോബർ ഉറപ്പിക്കാം. ഒക്ടോബർ മാസം അല്ലെ നമുക്ക് എക്സാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജൂലൈയിൽ കൺഫർമേഷനും അതുപോലെ തന്നെ സിലബസ് വരുന്നതും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഏറ്റവും അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പറയുന്നത് ജൂലൈ ആണ് കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ട്. എക്സാമിനാണെങ്കിൽ ഒക്ടോബർ. അപ്പം അറ്റ് ദ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാസങ്ങൾ ജൂലൈ ആൻഡ് ഒക്ടോബർ ആണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. എക്സാം ഡിസംബർ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ഒക്ടോബറിൽ എക്സാം ഉണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സിലബസ് അത്രയും വാസ്റ്റാണ്. കാരണം നമുക്കറിയാം 3 സെക്ഷൻസ് ആണ് സിലബസിലുള്ളത്. അപ്പോൾ ഈ 3 സെക്ഷൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് PG ലെവൽ എക്സാം ആണ്. ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കറിയാം 6 തരത്തിലാണ് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുക. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മുതൽ MCQ മുതൽ റീസൺ അസേർഷൻ മുതൽ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോവിങ്, ഈ ടൈപ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും.
അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കൃത്യമായിട്ട് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ കറക്കി കുത്താനൊന്നും സാധ്യമല്ല. കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൃത്യമായിട്ട് ടോപ്പിക് സിലബസ് കവർ ചെയ്യണം. കോംപ്രിഹെൻസീവ് ആയിട്ട് ആ സിലബസ് കവർ ചെയ്താൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഒക്ടോബറിൽ എക്സാം ഉണ്ടെന്ന് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക. ജൂലൈയിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോഴേ ഈ പരിപാടി തുടങ്ങുക. എക്സാം അപ്ലൈ ചെയ്തിട്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സിലബസിന് പ്രധാനമായിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 3 പാർട്ടാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, ജനറൽ ഞാൻ പറയുന്നില്ല. അല്ലാതെ നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന 3 പാർട്ടാണ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആക്കി പഠിക്കുക. അതായത് ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും എക്സാം എഴുതിയെടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. എസ്പെഷ്യലി ദ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുന്നത് വഴി നമുക്ക് ഭാവിയിൽ വരുന്ന ലൈഫ് സയൻസിലെ എക്സാമുകൾ ഇനിയും നമുക്ക് വരുന്ന എക്സാമ്പിളുകൾക്ക് ഇത് ഉപകാരപ്പെടും അല്ലെ. നിങ്ങൾ ഇനിയിപ്പോൾ അതല്ലാതെ ക്രാക്ക് ചെയ്യേണ്ട എക്സാമ്പിളുണ്ട്, സെറ്റും നെറ്റും ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വരെ ഈ കണ്ടന്റുകൾ അല്ലെ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി PSCക്ക് ഇനി വരുന്ന ഭാവിയിൽ ലൈഫ് സയൻസ് കാറ്റഗറിയിൽ വരുന്ന എക്സാമുകൾക്ക് ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുക, PG ലെവലിൽ തന്നെ പഠിക്കുക. അതുപോലെ 3 ലെവൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും 3 ലെവലിൽ വരാം. ബേസ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് 3 ലെവൽ ക്വസ്റ്റ്യൻ വരാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 3 ലെവലുള്ള ക്വസ്റ്റ്യൻസും കാണും. അപ്പൊ പഠിക്കുമ്പോൾ എപ്പോഴും ഈ 3 ലെവലിലും അങ്ങ് ബേസ് ലെവൽ മുതൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ, ഒരു PGക്കും നമ്മുടെ നെറ്റിനും ഇടയ്ക്കുള്ള ആ ഒരു ലെവൽ, അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചു തന്നെ വേണം പോവാൻ. അപ്പം 3 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പാർട്ട് 1 ബയോകെമിസ്ട്രി ആണ്. അവിടെ ബയോകെമിസ്ട്രി മാത്രമൊന്നുമല്ല, പേരിൽ മാത്രമേ ബയോകെമിസ്ട്രി ഉള്ളൂ. അവിടെ ഇൻസ്ട്രുമെന്റേഷൻ മുതൽ നമുക്ക് ശരിക്കും സിലബസിൽ ബയോകെമിസ്ട്രി ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, കൂടാതെ മോളിക്കുലർ ബയോളജിയും കുറച്ച് സെല്ലും ഒക്കെ ഉണ്ട്. പിന്നെ ഫിസിയോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിയോളജിക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മോളിക്കുലർ ബയോളജി ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ സിലബസ് കാണുന്ന സമയത്ത് ആ ഒരു വരി എഴുതിയേക്കുന്നതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇൻഡെപ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഫിസിയോളജി ഒക്കെ ആണെങ്കിൽ ഗെയ്റ്റണോ ഷെർവുഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫിസിയോളജി പഠിക്കുക. ബയോകെമിസ്ട്രിക്കുള്ള റെഫറൻസ് ടെക്സ്റ്റ് ആണ് നമ്മുടെ സ്ട്രയർ അല്ലെങ്കിൽ ലെനിഞ്ചർ പോലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചിട്ട് അത് പഠിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, വിൽസൺ ആൻഡ് വാക്കർ ഒക്കെ ഉപയോഗിച്ച്. അപ്പോൾ ഇത്തരത്തിൽ സുപ്രധാനമായ ഏതൊരു ലൈഫ് സയൻസിലെ എക്സാം എടുത്ത് നോക്കിയാലും വളരെ സുപ്രധാനമായിട്ടുള്ള 3 ഏരിയകളാണിത്. ബയോകെമിസ്ട്രി ആയിക്കോട്ടെ, മോളിക്കുലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഇനിയുണ്ട് കേട്ടോ. അതുപോലെ MLT ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് റെഫറൻസ് ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്. എക്സാം കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ട് നമുക്ക് ഇതിനുള്ള ടൈമില്ല. എക്സാം കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് റിവിഷൻ ടൈമാണ്. നമ്മൾ ഇപ്പം പഠിച്ച സാധനം എന്തോ അത് റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുള്ള ടൈം മാത്രമേ നമുക്ക് അവസാനത്തെ ഈ 2 മാസം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പം പഠിക്കുക. കൺഫർമേഷൻ വരുമ്പോൾ റിവൈസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഇപ്പം തന്നെ മാക്സിമം പഠിക്കുന്ന ഒരു പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക. അപ്പോൾ സിലബസിൻ്റെ ഒരു അറ്റ് ദ ഗ്ലാൻസ് ആണ്. ബയോകെമിസ്ട്രി ആണ് ഫസ്റ്റ് സെക്ഷനിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവിടെ ബയോകെമിസ്ട്രി മാത്രമല്ല, അതിനകത്ത് തന്നെ ഇത്രയും ടോപ്പിക്കുകൾ, അവിടെ ഇത്രയും സബ്ജക്റ്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. മോളിക്കുലർ ബയോളജി ഉണ്ട്, സെല്ലുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് ജനറൽ മൈക്രോബയോളജി ആണ്. നമുക്ക് പിന്നെ കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. ദെൻ ലാസ്റ്റ് വൺ പത്തോളജി. ഇതൊക്കെ കൂടാതെ ജനറൽ ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് അവസാനം നോക്കാമെന്ന് വിചാരിച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ചാൻസ് കൊടുക്കാതെ അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒക്ടോബറിൽ എക്സാം പ്രതീക്ഷിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ എക്സാം പ്രതീക്ഷിക്കുക. പ്രിപ്പറേഷൻ അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുക. നോട്ട് കണ്ടെത്തുക അല്ലെ, ക്വസ്റ്റ്യൻ കണ്ടെത്തുക,
പഠിച്ചു തുടങ്ങുക. ഇതാണ്, ഇവിടെയാണ് ഒരു കോച്ചിങ് സെന്ററിന്റെ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. കാരണം ഇനിയിപ്പം വളരെ കുറച്ച് സമയമുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ഇത്രയും ഫിസിയോളജി ടെക്സ്റ്റ് എടുത്ത് വായിക്കാൻ സമയമില്ല. ഫിസിയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഗൈഡിനൊക്കെ കണ്ടാൽ വളരെ വലിയ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഒത്തിരി പോർഷൻസ് അവിടെ നിന്നൊക്കെ പഠിക്കാൻ സിലബസിൽ തന്നിട്ടുണ്ട്. മോളിക്കുലർ ബയോളജി വാട്സൺ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളാണ് അല്ലേ. അപ്പം നോട്ട് കണ്ടെത്തുക, ക്വസ്റ്റ്യൻ കണ്ടെത്തുക, ഇത് ടൈം കൺസ്യൂം ചെയ്യുക. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മൾ കുറേ ബുക്ക് എടുക്കുന്നു, ലൈബ്രറി പോകുന്നു, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നു, പേജ് മറിക്കുന്നു, തപ്പുന്നു അല്ലെ, നോട്ട് എഴുതി എടുക്കുന്നു. ഇത് സമയം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഒരു കോച്ചിങ് സ്ഥാപനത്തിനോ ഒരു ടീച്ചർക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും അല്ലെ. നോട്ട് കണ്ടെത്തുന്നതായിക്കോട്ടെ, ക്വസ്റ്റ്യൻ കണ്ടെത്തുന്നതായിക്കോട്ടെ, ഇത് അവർ ചെയ്യും. നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഈ ജോലി നമ്മൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ ഏൽപ്പിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കോച്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സമയമുള്ള ആളുകൾ തന്നെത്താനെ ചെയ്യുക. മാക്സിമം കോച്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പം ഏണസ്റ്റ് അക്കാഡമിയുടെ ജൂനിയർ സയന്റിഫിക് ഓഫീസർക്കുള്ള കോച്ചിങ് വളരെ ഇന്റൻസീവായിട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. മാക്സിമം ടൈം റിവിഷന് വേണ്ടിയിട്ട്, അവസാന നിമിഷത്തെ ടൈം മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം ഈ രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.